സായിപ്പന്മാരെ വിര കോർക്കാൻ പഠിപ്പിച്ച് വൈറലായിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ അതിഥി തൊഴിലാളികൾ. ഫ്രാൻസിൽ നിന്നും കേരളം കാണാൻ വന്നൊരു ഫാമിലിയാണ് ഇന്ന് നമ്മുടെ അതിഥി തൊഴിലാളികൾ എല്ലാവരും കൂടെ ചേർന്ന് ചൂണ്ടയിടാൻ പഠിപ്പിച്ച് വിട്ടേക്കുന്നത്. എന്തായാലും ചൂണ്ടയിടാൻ പഠിച്ച് വന്നപ്പോഴത്തേക്കും സംഭവം ഇരുട്ടിപ്പോയി. സായിപ്പന്മാർക്ക് ചൂണ്ടയിടാൻ പറ്റിയില്ല. പക്ഷേ ചൂണ്ടയിടുന്നത് എങ്ങനെയാണെന്നും വിര ഓർക്കുന്നത് എങ്ങനെയാണെന്നും നന്നായി പഠിച്ചതിന് ശേഷമാണ് സായിപ്പന്മാർ വീട്ടിലോട്ട് പോയേക്കുന്നത്. നമ്മുടെ ഈ കനാലുകളിലൊക്കെ ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേരും പിന്നെ നമ്മുടെ ബംഗാളികളെല്ലാവരും കൂടെ ചേർന്ന് ഒരു സൈഡിൽ നിന്ന് അവരുടെ പണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സിലോപ്പിയാണ് കൂടുതലായിട്ടും പിടിക്കുന്നത്. എനിക്കൊന്ന് ഇവർ അതുകൊണ്ട് വർക്ക് കറിവൊക്കെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. സ്ഥിരമായിട്ട് പിടിക്കും നമ്മൾ കാണുന്നതാണ്. ഒരു 4-5 പേര് സ്ഥിരമായിട്ട് നമ്മുടെ ഈ കനാലിൽ കാണാറുണ്ട്. എന്തായാലും സായിപ്പും ഫാമിലിയും അടാറ് ഹാപ്പി ആയിട്ടാണ് പോയേക്കുന്നത്. എന്തായാലും നാളെ കുറച്ചുകൂടെ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. എനിക്കുറപ്പാണ് അവർ നാളെ ഒരു 4 മണിയാകുമ്പം കനാലിലെ സൈഡിൽ കാണും. ഈ കൊച്ചു പയ്യന് വേണ്ടിയാണ് അവർ ചൂണ്ടയിടാൻ നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഞാൻ കണ്ടത് ആ സായിപ്പിലാണ് കേട്ടോ. സായിപ്പാണ് ചൂണ്ട കിട്ടാനും നൂല് ഇടാനും വിര കോർക്കാനും എല്ലാം പഠിക്കുന്നത്. എന്തായാലും നമ്മുടെ അതിഥി തൊഴിലാളികളെ സമ്മതിച്ചാൽ പറ്റത്തുള്ളൂ. ഭാഷ അറിയത്തില്ലെങ്കിലും അവർ കറക്റ്റായിട്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഈ പയ്യൻ്റെ കയ്യിരിക്കുന്ന മീനെല്ലാം നമ്മുടെ അതിഥി തൊഴിലാളികൾ പിടിച്ച മീനുകളാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരിതൊന്നും ഈ ചെറിയ മീനാണെങ്കിലും ഇവർ കളയുന്നൊന്നുമില്ല. അവർ വീട്ടിൽ കൊണ്ട് കറി വെക്കുവാണെന്ന് തോന്നുന്നു.